ഇന്നലെ ശ്രീ മോഹൻലാൽ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ദേഷ്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു തോണിയിൽ നമ്മൾ പോകുമ്പോൾ ദൂരെ നിന്നൊരു തോണി നമ്മുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ചീത്ത വിളിക്കുന്നു, പക്ഷേ നമുക്ക് ദേഷ്യപ്പെടുന്നു. പക്ഷേ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് അതിനകത്ത് ആരും ഇല്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ദേഷ്യം പോകുന്നു. അങ്ങനെ ഒരു കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കഥ ലാലേട്ടനാണ് ചേരുക എന്നാണ് തോന്നുന്നത്. കാരണം ലാലേട്ടൻ പല സമയത്തും വെറുതെ അനാവശ്യ ദേഷ്യം കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിക്സായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, നോക്കിയോ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, നിങ്ങൾ ശാപവാക്കുകൾ പറയുന്നു. നോറ ആൻഡ് അനുമോൾ, നിങ്ങൾക്ക് മാത്രമേ ഒരു പ്രത്യേക, നിങ്ങൾക്ക് എന്താ പുറത്തിറങ്ങിപ്പോയത്? നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ട് അല്ല, മറിച്ച് ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി നമ്മൾ കരുതുന്ന കൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്. നോറ, എന്താ പുറത്തിറങ്ങിപ്പോയത്? അങ്ങനെ അറിയാണ്ട് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അത് അവർ മനഃപൂർവ്വമാണ് ചെയ്യുന്നത് എന്ന് എപ്പോഴും കരുതുകയാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ പെട്ടെന്ന് ഉണരുകയും പിന്നെ ആ വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാക്കിയുള്ളവരെ തീരുമാനിച്ചോളൂ. ബിഗ് ബോസ് തീരുമാനിച്ചോളൂ. മറ്റുള്ളവരെ ശൂന്യമായ തോണികളായി കാണാൻ പഠിക്കുന്നത് എല്ലാവർക്കും നല്ല കാര്യമാണ്, സഹായകരമാണ്. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ ആ രീതിയിൽ കാണാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ദേഷ്യം വരില്ല. ജീവിതം നിങ്ങൾക്ക് നേരെ അറിയുന്ന എന്തിനേയും കൂടുതൽ ശാന്തമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും.